നമസ്കാരം. ഞാൻ മിലാസോലൊരു പിസേരിയയിലാണ്. പിസേരിയയിലെ പിസ ഉണ്ടാക്കുന്ന കാഴ്ചകളും പിസ അല്ലാതെ വേറെ കുറേ ഐറ്റംസുകളൊക്കെ കൂടി ഉണ്ട്. അത്തരം വിഭവങ്ങളുടെയൊക്കെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മൾ പിസ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോവാം. പിസ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ. ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് ഷെൽഫിലേക്ക് വയ്ക്കാനായിട്ട്. ഇതിൻ്റെ പേരുകളൊക്കെ നമുക്ക് പിന്നീട് ചോദിച്ചറിയാം. ഇതാണ് പിസ ഉണ്ടാക്കുന്ന അടുപ്പ്, വിറകടുപ്പ്. പിസ ഇല്ലാതെ ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസുകളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആളാണ് ഇതിൻ്റെ ഓണർ. ഇതിൻ്റെ പേരാണ് അരഞ്ചീന. questa nominare questi ragù, quelli alla norma, melanzane e ricotta. മെലൻസാന ഓക്കെ ഓക്കെ. ഇത് നമ്മളുടെ ചോറ് മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണേ. അരി മിക്സ് ചെയ്തിട്ടതായിട്ടാണ്. പിന്നെ അതിൽ നമ്മുടെ നാട്ടിലെ കീമ ഇറച്ചി, ഇവിടെ അതിന് കാരണമച്ചിനത് എന്ന് പറയും. പിന്നെ കൊസ്ത മൊസറല്ല ആഡ് ചെയ്യല്. ഓക്കെ. questa arancina typical Sicilian, tutto Italia no c'è? Sì, tutto Italia c'è. C'è in tutta Italia, però qui al sud è molto particolare, più sali più è diverso. Diverso, un'altra regione, va bene. ഇത് ഇവരുടെ മാത്രം. Al nord lo chiamano supplì, è proprio diverso, una cosa stessa forma più o meno, però il sapore è tutto diverso. Sì. ഈ ഐറ്റമൊക്കെ ഇവിടുത്തെ സിസിലിയൻ ഫുഡാണ്. സിസിലിയൻ ടിപ്പിക്കൽ ഫുഡാണ്, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ ഇറ്റലിയിലും എല്ലായിടത്തും ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷേ അത് ടേസ്റ്റിലും ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവുമെന്ന് പറയുന്നു. വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിൽ ചേർക്കണത് ഞാൻ നേരത്തെ പറഞ്ഞോണം, മൊസറല്ല ആഡ് ചെയ്യും, പിന്നെ കീമ ഇറച്ചി ആഡ് ചെയ്യും, പിന്നെ ഗ്രീൻ പീസ്, കരോത്ത, ക്യാരറ്റ് ആഡ് ചെയ്യും, സവോള ആഡ് ചെയ്യും, പിന്നെ സേതന ആഡ് ചെയ്യും. ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ കീമ ഇറച്ചി. അതിൻ്റെ കൂട്ടത്തിൽ ഈ അരിയും കൂടി വേവിച്ചെടുത്ത ബോയിൽഡ് റീസോ ബൊളീര വേവിച്ചെടുത്തതാണ് അരിയും കൂടിയാണ് ഇതിൽ മിക്സ് ചെയ്യുന്നത്. ഉണ്ടാക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. È un pizzico di colore. Sì. Colore per venire giallo. ഓക്കെ. ഇതിന് മഞ്ഞ കളർ ഇടാനായിട്ട് ഇത്തിരി കളർ ചേർക്കുന്നുണ്ട് പറയുന്നത്. കളറ് ഓർഗാനിക് നാച്ചുറൽ? Colore naturale. നാച്ചുറൽ കളറാണ് ആഡ് Però ചെയ്യുന്നത്. in sapore, senza sapore. ഓക്കെ. Perché tanti mettono lo zafferano, ma non si mette lo zafferano nell'arancino. ഓക്കെ. ഇത് കുങ്കുമപ്പൂവിൻ്റെ വേറൊരു ഇതിലാണ് ആഡ് ചെയ്യണമെന്ന് പറയുന്നവർ. ഇത് നിങ്ങൾ ഇവിടെ ഇറ്റലിയിൽ ബാക്കിയുള്ള സ്ഥലത്ത് ആരെങ്കിലും, ഇപ്പം ഞാൻ സിസിലിയയിലെ മിലാസോലാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഇതൊക്കെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളുക. അരഞ്ചീനാണെന്ന് ഇവിടെ പറയുന്ന പേര്. മറ്റുള്ള സ്ഥലത്തൊക്കെ വേറെ എന്താ പേരെന്ന് അറിയില്ല എനിക്ക്. അപ്പോൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ സിസിലിയയിലല്ലാതെ വേറെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ, ഇറ്റലിയിലുള്ള ആൾക്കാർ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. ഓക്കെ. മിക്സ് ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. Sì, non lo so. Dopo questo lavoro avviene quello. Ok. Così. Sì. Questa si chiama pastella. Ok. Acqua e farina. Acqua e farina, sì.
ഇത് മൈദയുടെ പൊടിയിലുള്ള മൈദ കലക്കിയേക്കണതാണ് അത്. അതിനുശേഷം നമ്മളുടെ അവിടുത്തെ റസ്ക് പൊടിയിൽ ഇത് മിക്സ് ചെയ്തിട്ടാണ് ഒരു എണ്ണയിൽ വറക്കണത്. ഇത് ചെയ്യണം. നൈൻസിയും Nicolas. നിക്കോളയും കൂടിയാണ് ഇത് റെഡിയാക്കണേ കേട്ടോ. രണ്ടുപേരും കൂടിയാണ് റെഡിയാക്കണേ. Molto riso questa. Molto riso. അരിയാണ് ഇതിൽ ഏറ്റവും കൂടുതലുള്ള ഐറ്റം. വേവിച്ചിട്ട് തരും. അതിൻ്റെ കൂട്ടത്തിൽ ഇറച്ചിയും മറ്റുള്ള സാധനങ്ങൾ. ഇപ്പോൾ എണ്ണയിലേക്ക് ഇടണമെന്നാണ് കാണുന്നത്. എനിക്ക് എണ്ണയിലേക്ക് എടുത്ത് വറുത്തെടുക്കാം. Quanto tempo ci vuole fare? 100, 10 minuti o no, di più. 5, 7. 10 മിനിറ്റ് താഴെ സമയം എടുക്കുള്ളൂ പറയുന്നത് റെഡി ആക്കി തന്നെ. La temperatura 175. ഓക്കെ. എണ്ണ കൊണ്ടിരിക്കണം 120 ഡിഗ്രി 140 ഡിഗ്രിയിലേക്ക്. ഇതിൽ ബ്രെഡിൻ്റെ അതായത് റസ്ക് പൊടിയിൽ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയിൽ അവർ എടുത്തേക്കുന്ന ഇതാണ്. Dopo questi video puoi aprire una pizzeria. Sì. Io qua 2 anni 4 mesi perché poco parlare. Anzi. Margherita. മർഗരീത്ത. ഓക്കെ. കൂടുതൽ ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് കഴിയുന്ന പിസയുടെ പേരാണ് പിസ മർഗരീത്ത എന്ന് പറയുന്നത്. പിസ മർഗരീത്ത കോന്തോ കോസ്ത 4 euro. നോർമല്. സി 4 യൂറോ ആണ് അതിന് ചാർജ് ചെയ്യണത് കേട്ടോ. കൊസ്ത പിതോണ. ഇതിന്റെ പേര് പിതോണ എന്നാണ് കേട്ടോ. San Daniele. Come? San Daniele. San Daniele. San Daniele. ഇതിന്റെ പേരൊക്കെ ശ്രദ്ധിച്ചോളൂ. സാൻ ഡനിയല്. Perfetto. പനീനി. Panino americano. Panino americano. Rolle col Brewster e mozzarella. Mozzarella. Questo è rolle Brewster. No, sì. Pizzetta. പിസ്സേത്ത. Sì. ഇത് പിസ്സേത്ത എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പിസ്സയുടെ ചെറിയ കൊശി പിസ്സ പീക്കോള. Sì, esatto. ഓക്കെ. പിസ്സയുടെ ചെറിയ രൂപം പോലെയുണ്ട്. ഇതിന്റെ മുകളിൽ Ecco, la pizza കാണുന്നത് margherita questa, piccola. പിസ്സ മാർഗരീത്തിന്റെ ചെറിയ രൂപമാണ്. ഇതിന്റെ മുകളിൽ ചേർത്തേക്കുന്നത് മുഴുവൻ കൊസ്ത മൊസറല്ല. Sì, mozzarella e salsa sotto. മൊസറല്ലയും പിന്നെ തക്കാളിയുടെ കച്ചപ്പ് മറ്റേ ഇതാണ് ചേർത്തിരിക്കുന്നത്. Questa è mozzarella in carrozza. Questo Mozzarella in carrozza. Mozzarella in carrozza. Ok. Questa un'altra Questo pitone. è pitone. Questo qua è pitone alle verdure senza l'acciuga. Tipico l'acciuga. messinese. Tipico messinese proprio. Questo è delle nostre zone, non lo trovi al nord. ഓക്കെ. ഇത് ഇവിടുത്തെ മാത്രം ടിപ്പിക്കൽ ഫുഡാണ്. ഇത് നോർത്ത് സൈഡിലൊന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ മാത്രം ടിപ്പിക്കൽ ഫുഡാണ് ഈ പിതോണ എന്ന് പറഞ്ഞ ഐറ്റം. ഞാൻ നേരത്തെ പറഞ്ഞ അരഞ്ചീനയും അതുപോലെ തന്നെയാണ്. അരഞ്ചീന വേറെ ഫ്ലേവറിലൊക്കെ വേറെ സ്ഥലത്ത് കിട്ടും. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞോണം ആരെങ്കിലും കഴിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തുള്ള സിസിലിയ ഭാഗത്ത് മാത്രമുള്ളവരല്ല, വേറെ ഇറ്റലിയുടെ മറ്റുള്ള ഭാഗത്തൊക്കെ ആൾക്കാർ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വിറക് കത്തിച്ചേക്കാണ്. Così legna cammino tutto Italia pizzeria. Questa funzione? Legna cammino? Sì, la maggior parte hanno forno a legna. Tanti però usano il forno elettrico. Elettrico. Non avere tutta la sporcizia del legno. Questo che è legno? Ulivo, arancia.
Francia, ok, ok. come capita. Sì, sì, Dipende sì. dal periodo e dalla legna che c'è disponibile. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് കൂടുതലും ഇവിടെ പിസേരിയകളിൽ ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ അടുപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇലക്ട്രിക് ഒക്കെ ആയിട്ടുണ്ട്, ഗ്യാസിൻ്റെയും ഇലക്ട്രിക്കിൻ്റെ ഒക്കെ ആയിട്ടുണ്ട്. ഇവർ ഉപയോഗിക്കുന്ന വിറകെന്ന് പറയുന്നത് ഒലിവിൻ്റെയും അതുപോലെ തന്നെ ഓറഞ്ച് മരത്തിൻ്റെയൊക്കെയാണ് കൂടുതലും ഒരു വിറക് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ഇത് നമ്മൾ പിസ ഉണ്ടാക്കി അതിൻ്റെ പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഇതാണ് കേട്ടോ. Questo è come è venuto fritto. Sì, 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 grazie. Per favore, tutto questo nominare, per favore. Questo è bombolone fritto al prosciutto. Questa, bombolone, Fritto al prosciutto. prosciutto, va bene? Questo qua è arancino alla norma. Sarebbe con la melanzana, la ricotta, Ah, la mozzarella. ഓക്കെ ഓക്കെ. ഇതിൽ വഴുതനങ്ങയും അതുപോലെ തന്നെ റിഗോത്തയും അതായത് ചീസിൻ്റെ ഒരു ഐറ്റമാണ്. പിന്നെ നമ്മുടെ വേവിച്ചെടുത്തതാണ് അരിയും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കീമ ഇറച്ചി, അതിൽ ക്യാരറ്റ്, പിന്നെ സവോള, പിന്നെ ഗ്രീൻ പീസ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് വേറൊരു ഐറ്റമാണ് പറഞ്ഞത്. കൊസ്ത കൊന്ത കൊസ്ത 1,30. ഇതിന് €1 30 ഇതിന് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഇതോനെ നമുക്ക് ഈ പിസേരിയെ പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ജിൻസിയാണ് കേട്ടോ. ജിൻസി ഇവിടെ സ്ഥിരം വന്ന് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വന്ന് സാധനങ്ങൾ മേടിക്കുന്നു പറയണം. പിസയും പിന്നെ വേറെ എന്തൊക്കെ മേടിക്കാറ്? അറഞ്ചിതാണ് ജിൻസി. ജിൻസിയാണ് എന്നെ പരിചയപ്പെടുത്തിയത് ഇവിടെ. നമ്മളിവിടെ വന്ന് പെർമിഷൻ ചോദിച്ചു കഴിയുമ്പോൾ അവർ കുറേ നാൾ മുന്നേ ചോദിച്ചതാണ് പെർമിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് പെർമിഷൻ തന്നു. പക്ഷെ അന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല, കാരണം കോവിഡിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് ഇന്നാണ് നമുക്ക് ടൈം കിട്ടിയത്. അവരിപ്പോൾ അത് നമ്മൾ ചോദിച്ച വഴി അവർ സമ്മതിക്കുകയാണ് ചെയ്തത്. ജിൻസിയാണ് നമുക്ക് ഈ പിസേരിയ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇല്ല ശരിക്കും. അതായത് ഇത് ഒരു റെസ്റ്റോറൻ്റ് അല്ല. ഇവിടെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അത് മേടിച്ചിട്ട് പോകണം. പിന്നെ ഈ ഇവിടെയുള്ള ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർ മേടിച്ചിട്ട് പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട് ഇരുന്ന് കഴിക്കാനായിട്ട്. അറിയില്ല, ചോദിച്ചു നോക്കണം നമുക്ക്. ഇതൊക്കെ ഇവിടെ കൊടുക്കുന്ന പിസ്സകളുടെ പേരുകളാണ് ഇവിടെ എഴുതുന്നത്, അതിൻ്റെ പൈസ. Arancini al burro. ബൂറോ. സി 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 ഇതൊരു വേറൊരു ഐറ്റം കാണിച്ചു തന്നെ കേട്ടോ നമുക്ക്. അറഞ്ചീനി തന്നെ ബൂറോ. Quelli che hai visto prima, prosciutto e mozzarella. സി സി സി. Ok, detto questo. ഓക്കെ, ഗ്രാzie. Bene, sì. 11 കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യണ പിസേരിയാണിത്. മിലാസോയിൽ വർക്ക് ചെയ്യണ പിസേരിയാണ്. 11 കൊല്ലമായി. ആളാണ് ഇതിൻ്റെ ഓണർ. ഈ കാണാണ് ഓണർ. ഇയാളാണ് നമുക്ക് എല്ലാവരും പെർമിഷനൊക്കെ വേഗം തന്നത്. ചൂടായി വന്നോളൂ. നമുക്കിവിടെ കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ കഴിക്കാനായിട്ട് പറ്റില്ല, കാരണം ഇവിടെ പെർമിഷൻ ഇല്ല ഇപ്പോൾ ഇവർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട്. കോവിഡിൻ്റെ പ്രോബ്ലം ഉള്ളതിൻ്റെ പേരിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് ആൾ പറയണത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ച് കഴിക്കാനേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. ഞാനിത് മുന്നേ കഴിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ അറഞ്ചിനായാലും അതുപോലെ തന്നെ പിദോണയൊക്കെ ആയാലും ഞാൻ കഴിച്ചിരിക്കുന്നതാണ് മുന്നേ. വേറെ കുറച്ച് ഐറ്റംസ് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിവിടെ പറ്റില്ല, കാരണം ഇവർക്ക് പെർമിഷനില്ല. അപ്പോൾ അത് പാക്ക് ചെയ്ത് മേടിക്കുകയാണ്. പിദോണ് ആറ് വർഷം മുറിച്ചു. സി 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 ഇതിൻ്റെ ഉള്ളിൽ ഐറ്റണി കാണുന്നത്. ഇതിൽ ചെറിയ മീനുണ്ട്, തക്കാളി ഉണ്ട്, സവോള, അങ്ങനത്തെ എല്ലാ ഐറ്റംസുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിലെ കാണിച്ചു. നമുക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷെ ആളത് കാണിച്ചു തന്നെയാണ്. കണ്ട ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ നമ്മൾ കണ്ട ഇറച്ചി, പിന്നെ ഗ്രീൻ പീസ്, അതുപോലെ ക്യാരറ്റ്, പിന്നെ മൊസറല്ല, ചേതന,
കീമ ഇറച്ചി, അരി, ഇത്ര ഐറ്റംസ് ഉണ്ട്. അത് അവർ എണ്ണയിൽ വറുത്തെടുത്താണ് ഈ കാണുന്നത്. ഓക്കെ, വിറകൊക്കെ കത്തിച്ച് ഇപ്പോൾ ഈ പരുവത്തിലാക്കിയെടുക്കുക. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ Questi sono panini, പനീർ. prosciutto e mozzarella. E questa è la norma. Questa? Norma, sempre Norma. melanzane, vedi cipolla ricotta sopra. ആ ശരി ശരി. ഇങ്ങനെ ഓരോ ഐറ്റംസിനും വന്നുകൊണ്ടിരിക്കാണ്ട്. ഇതിൻ്റെ പേര് പനീനി എന്നാണ്. ഇതിലും ഈ നേരത്തെ പറഞ്ഞോണം പ്രൊഷൂട്ടയും സാൽസ പോയി Mozzarella. മൊസറല്ല ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഫോർണോയിൽ വെച്ചിരിക്കുന്നത് Questi le chiamo norma. നോർമൽ. Melanzane, ricotta, mozzarella. ആ ഇതിലും വഴുതനങ്ങ, മൊസറല്ല, പിന്നെ റിഗോത്ത ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. റിഗോത്ത എന്നൊക്കെ പറഞ്ഞ സംഭവം ഈ മൊസറല്ലൊക്കെ നമ്മുടെ ചീസിൻ്റെ വകഭേദങ്ങളാണ് അതൊക്കെ. ഓരോരോ ഐറ്റംസുകൾ ഇങ്ങനെ റെഡി ആക്കിയിട്ട് ഇവിടെ കൊണ്ടുവരാണ്. അവിടെ അകത്ത് റെഡി ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് കാണുന്നത്. ഇവിടെ നോർമൽ ദിവസങ്ങളിൽ 4 പേരുണ്ട് ഇവിടെ. അതായത് ഈ ഓണർ അടക്കം ജോലി ചെയ്യാനായിട്ട്. ഞായറാഴ്ചകൾ, അതായത് ശനിയും ഞായറും ഇവർ 2 പേരും കൂടി എക്സ്ട്രാ വരുന്നതാണ്. ശനിയും ഞായറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് വരാം. പിസക്കയിൽ മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ തിരക്ക് വന്നത് ശനിയും ഞായറാണ്. അപ്പോൾ അന്നാണ് വേറെ 2 പേരും കൂടി ഉണ്ടായിരിക്കും. ഇവിടെ പിസ പാക്ക് ചെയ്ത് തുറക്കണത്. ഇത് 2 സൈസുകൾ ഇവിടെ കൊടുക്കണത്. ഒന്ന് ഫാമിലി പാക്ക് എന്നുള്ളത്, അത് ഈ ബോക്സിൽ. പിന്നെ നോർമൽ സൈസ് കൊസ്ത പീക്കോള. ആ ബേബി. ഇത് ബേബി എന്ന് പറഞ്ഞ പാക്കാണ് ഈ പറഞ്ഞത്. അങ്ങനെ 3 പാക്കറ്റിലാണ് ഇവിടെ പിസ്സ കൊടുക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ചെറിയ പീസുകളാക്കി കൊടുക്കണമെന്ന് തോന്നുന്നു. പിസി, പിസേരിയ ഇതാണ് ഇതിൻ്റെ പേരിട്ടാണ്. ഉണ്ടാക്കാനുള്ള പരിപാടിയിലുണ്ട്. അതിങ്ങനെ ബോളെടുത്ത് വെച്ചെടുത്ത് അതാള് questa farina I grani. ആ ഓക്കെ ഓക്കെ ഓക്കെ. Semola. മറ്റേ ഗോതമ്പ് പൊടിയാണ് ഈ കാണുന്നത്. അത് റെഡിയാക്കണ കാണുന്നത്. കൈ കൊണ്ടാണ് പരത്തി. ഇത് നേരത്തെ റെഡിയാക്കി വെച്ചേക്കണ മാവാണ്. ഇതാണ് ഇപ്പോൾ ആ വലിപ്പത്തിലായി കിട്ടിയത്. Assolutamente. അതിലേക്ക് ആഡ് ചെയ്യുന്ന ഐറ്റംസാണ് മൊസറല്ല, ഇത് ചീസാണ്. മൊസറല്ല എന്ന് പറഞ്ഞ ഐറ്റം. Pomodorini, Nicolas? Le mozzarelle nella scritta grande. Peperoni? ആ പെപ്പറോണ്, നമ്മുടെ ക്യാപ്സിക്കം, Sono vegetariano. Zucchine? സുക്കീന. ഇത് ഇവിടുത്തെ ഒരു ഐറ്റം ഉണ്ടോ സുക്കീന എന്നുണ്ട് സംഭവം.
Diamond. Guardate. Che se scendi vanno per facere questa. Pesceria, no, vicino, questo sì. Caramello. I fischi buonasera. Pomodoro. തക്കാളി Da consegnare? തക്കാളിനെ ഇവിടെ പറയുന്നത് പൊമഡോറോ എന്നാണ്. Sì. E melanzane. പിന്നെ ഇത് വഴുതനങ്ങ അത് നേരത്തെ റെഡിയാക്കി വെച്ചാണ് Melanzana fritta. ആ വഴുതനങ്ങ വറുത്ത് വെച്ചാണ് അതിൽ ആഡ് ചെയ്യുന്നു. questa pizza nominare pizza margherita Vegetariana. Vegetariana. vegetarian ok 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 Per chi non mangia carne. no carne Zero carne. സി 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 ഇത് പ്യുവർ ആയിട്ടുള്ള വെജിറ്റേറിയൻ പിസയാണ് കേട്ടോ. ഇതിൽ ഇറച്ചിയുടെ അംശമൊന്നുമില്ല. ഇതിലിപ്പോൾ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത് മൊസറല്ല ഉണ്ട്, അതായത് ചീസ് ഉണ്ട്, സുക്കീന എന്ന് പറഞ്ഞ പച്ചക്കറി ഉണ്ട്, തക്കാളി ഉണ്ട്, പിന്നെ നമ്മുടെ വഴുതനങ്ങ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഗോതമ്പ് മാവ് ഇതാണ് ഈ ഇതിൻ്റെ ഐറ്റം. ഇത്ര ഐറ്റം മാത്രമേ ഉള്ളൂ. ഈ ഇതിലാണ് ഒരു രണ്ട് കോർണർ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി, നമ്മുടെ അടുപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി രണ്ടെണ്ണം. കോമേ 5 minuti. 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ഈ അടുപ്പ് ചൂടാക്കി കാരണം 5 മിനിറ്റ് കൊണ്ട് അത് റെഡി ആയി കിട്ടും. അതിൻ്റെ അടുപ്പ് ചൂടാക്കി കിടക്കണ 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞത് റെഡി ആക്കി കിട്ടാനായിട്ട്. സൈഡൊക്കെ എന്താ പറയുക, വീർത്തും മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇവർ 4 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കൊമത്തിയാണ് Nino. നീനോ, അന്തോണിയോ. Nino. ഓക്കെ, ആളുടെ പേര് നീനോ. ഇത് Nancy. നൈസി, Alessandro. അലക്സാന്ദ്രോ, Nicolas. നിക്കോളാസ്. ഇവർ 4 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. വേറെ 2 പേരും കൂടി അത് ഏകദേശം ഒന്ന് റെഡിയായിട്ടെന്ന് തോന്നുന്നു. അവരിടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇതാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടുതൽ മുരിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ, റെഡിയാണ് നമ്മുടെ പിസ്സ. പറഞ്ഞാൽ റെഡി ആയിട്ട് വെർദൂര പിസ്സ വെജിറ്റേറിയൻ. ഓക്കെ, ഗ്രാച്ച്. പാക്കിലേക്ക് റെഡിയാക്കാൻ പാകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് costa eri preparare? Sì, sì, sì. 24 ore? 24 ore pure di più. 24 o 48. 40? Anche 48. Questo è 24. ഓക്കെ ഓക്കെ. അതായത് ഒരു 24 മണിക്കൂർ മുന്നാണ്ട് ഇതിങ്ങനെ റെഡിയാക്കി വെക്കേണ്ടത്. അതായത് അതിൻ്റെ പെർമെൻറ്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 24 മണിക്കൂറെങ്കിലും മുന്നേ റെഡിയാക്കി വെച്ചിരുന്ന സംഭവമാണത്. അതിൽ കൂടുതൽ ചില പിസകൾക്ക് അതിൽ കൂടുതൽ വേണ്ടി വരുന്നതാണ്. 40 മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വരുന്നതാണ്. നോർമലി 24 മണിക്കൂർ വേണം റെഡിയാക്കി കിട്ടാനായിട്ട്. നമ്മുടെ നാട്ടിൽ പൊറോട്ടയ്ക്കൊക്കെ Questo si കൊടുത്ത് chiama pazza. പാസ്സ. Pazza. ഓക്കെ ഓക്കെ. ഇതിൻ്റെ പേര് പാസ്സ എന്നാണ് അവർ പറയുന്നത്. ഇത് റെഡിയാക്കി വെക്കാനായിട്ട് 24 മണിക്കൂറാണ് ഇവർ സമയം എടുക്കുന്നത്. Madonna mia. Perché ha carne, pesce, tutto. un po' di... ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൽ റെഡിയാക്കി കൊടുക്കുന്നത് ഒരു മീനിൻ്റെയും അല്ലെങ്കിൽ ഇറച്ചിയുടെയൊക്കെയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പിസ്സ മാർഗരീത്ത. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം. നമുക്കിവിടെ ഇരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കണം. ഇവിടെ വെച്ച് കഴിക്കാൻ പറ്റില്ല, ഇവർക്ക് പെർമിഷൻ ഇല്ല ഇവിടെ കഴിക്കാനായിട്ട്. പിന്നെ ഒന്നാമത്തെ കോവിഡിൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നേർത്തിയില്ല. Sì, sì, sempre so. Tranquilla. No, La controlli. Salame piccante? വേറൊരു ടൈപ്പ് പിസ്സ ഉണ്ടാക്കുന്നതാണ്. ഇത്
ഇറച്ചിയാണ് ഈ കാണുന്നത്. സലാമ, mozzarella, മൊസറല്ല വീണ്ടും ആഡ് ചെയ്യുന്നു, ചീസ് ആഡ് ചെയ്യുന്നു. prosciutto cotto, നേരത്തെ പറഞ്ഞിട്ടാണ് പ്രഷൂത്തോ എന്ന് പറഞ്ഞ സാധനം, പോർക്കിറച്ചിയുടെ. ഞാൻ ഈ ഇറ്റാലിയൻ ഭാഷ പറയുമ്പോൾ നിങ്ങൾ എന്തിട്ട് തേങ്ങ വിചാരിക്കണ്ടല്ലോ, കാരണം എനിക്ക് വളരെ കുറച്ച് അറിവുള്ളൂ. ഞാൻ 2 കൊല്ലമായിട്ടുള്ളൂ. ഫൂങ്കി, ഇത് എന്നിട്ട് നമ്മുടെ അവിടുത്തെ കൂണിട്ടാ carciofi, കർച്ചോഫി എന്നുള്ള ഇവിടുത്തെ വേറൊരു പച്ചക്കറി ഐറ്റമാണ്. e tonno. ടൂണ. കൊസ്ത പിസ നോമേ Pazza. പാസ. ഓക്കെ. ഇതിൻ്റെ പേരാണ് പാസ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ചേർത്ത്, അതായത് ടൂണ ചേർത്തു, കർച്ചോഫി ചേർത്തു, പിന്നെ മൊസറല്ല ചേർത്തു, പ്രഷൂട്ട് ചേർത്തു, സലാമ ചേർത്തു, കൂണ് ചേർത്തു. ഞാൻ എന്തൊക്കെ പറഞ്ഞത് ഇറ്റലിയൻ 2 ടൈപ്പിൽ പറഞ്ഞത്. എടുക്കാനാണ് ok. Tutto 5 minuti, va bene. Pure meno. L'hai visto più o meno? Sì. Dipende dalla temperatura del forno. Forno, ok, sì, alto, sì. Però se è troppo forte si brucia sopra e sotto. Sì. Quindi Ho capito. più o meno però il tempo è quello. Sì. 5 മിനിറ്റ് ധാരാളം എന്നാണ്. 5 മിനിറ്റിൽ താഴെ വരുള്ളൂ. ചൂട് അത് കല്ല് ചൂടാകും തോറും 5 മിനിറ്റ് വേണ്ടെന്ന് പറയും. നമ്മുടെ വീഡിയോ ഇവിടെ ഏകദേശം അവസാനിക്കാൻ പോവാണ്. പിസയുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പിസ ഉണ്ടാക്കണതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഇവിടുത്തെ ഐറ്റംസുകളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ പിസ കഴിച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പിസ ഏത് ടൈപ്പ് പിസയാണ് കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമെന്നോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോണം അരഞ്ചീന അങ്ങനത്തെ ഇവിടുത്തെ സിസിലിയൻ പ്രത്യേക ഫുഡുകളൊക്കെ നിങ്ങൾ മറ്റുള്ള ഇറ്റലിയിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. ഇത്രയും സാധനം നമ്മൾ മേടിച്ചിട്ട് ഇതിൻ്റെ പൈസ മേടിച്ചില്ല കേട്ടോ. ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പൈസ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പിസ മേടിച്ചു, പിന്നെ വേറെ അരഞ്ചീന, പിതോണെ, ഇത്ര ഐറ്റംസൊക്കെ ഒരു മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ഒരു പൈസ വരെ വേണ്ടാന്ന് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ നമുക്കൊരു ഇത് കിട്ടുന്നത്. കാരണം ഒരു പിസേരിയ ചെന്നിട്ട് 1 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചില്ല. ഗ്രാസ്യ തൂത്തി. ഇയാളാണ് ഇപ്പം ഇതിൻ്റെ ഓണർ. Ciao a tutti. Ciao. Nino. Ok. Niccolo fuori. Nicola è partito. Meno male. Grazie.